അസ്സലാമലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? അതൊരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകന് തൻ്റെ നിർബന്ധിത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒളിച്ചോടുക. അദ്ദേഹം ഒളിച്ചോടി ഒരു കപ്പലിൽ കയറി. ആ കപ്പൽ കുറച്ചുണ്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കിടുകിടാ വിറക്കാൻ തുടങ്ങി. അങ്ങനെ കപ്പിത്താൻ പറയാണ്, ഒരാൾ ഈ കപ്പലിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാം. അങ്ങനെ നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു. ആദ്യം നറുക്കെടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ പ്രവാചകന്റെ പേര് വന്നു. രണ്ടാമത് എടുത്തപ്പോഴും ഈ പ്രവാചകന്റെ പേര് വന്നു. അങ്ങനെ ആ പ്രവാചകൻ സ്വമേധയാ ആ കപ്പലിൽ നിന്ന് കടലിലോട്ട് ചാടുകയാണ്. അങ്ങനെ ഒരു തിമിംഗലം വന്നിട്ട് ഈ പ്രവാചകനെ വിഴുങ്ങുകയാണ്. അങ്ങനെ രാപ്പകലുകൾ ആ തിമിംഗലത്തിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ട്. തൻ്റെ നിർബന്ധിത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതിൻ്റെ ഫലമായിട്ട് അള്ളാഹു നൽകിയ ശിക്ഷയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഒരു ഇരുട്ടിലിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ. അങ്ങനെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണ്. ആരെ കഥയെന്നറിയോ? യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയാണ് കേട്ടത്. അങ്ങനെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആ തിമിംഗലം അദ്ദേഹത്തെ ഛർദ്ദിച്ചു. അങ്ങനെ അദ്ദേഹം പുറത്തു വരികയാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ നമുക്ക് 2 ഗുണപാഠങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലൊന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് ഒരു പരിഹാരമേ അല്ല. നമുക്ക് നമ്മളോട് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് നൽകപ്പെട്ട സമയത്തോട് ഉത്തരവാദിത്തമുണ്ട്, മാതാവിനോടുണ്ട്, പിതാവിനോടുണ്ട്, ബന്ധുക്കളോടുണ്ട്, സഹോദരങ്ങളോടുണ്ട്, പിന്നെ ചങ്ങാതിമാരോടുണ്ട്. അങ്ങനെ ലിസ്റ്റ് നീണ്ടു വരുന്ന കെടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചോടൽ ഒരു പരിഹാരമേ അല്ല. അതൊന്ന്. രണ്ടാമത്, പ്രാർത്ഥനയുടെ ശക്തിയാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും പ്രാർത്ഥിക്കും, അള്ളാഹു കേൾക്കും. നമുക്ക് ഹൈറായിട്ടുള്ളത് നമുക്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ജസാക്കല്ലാഹ്.